സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ സ്ട്രോൾ വിത്ത് സായി ശേഷുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊൽക്കട്ടയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിൻ ജേർണിയുടെ വീഡിയോ ആണ് ഇത്. അങ്ങനെ കൊൽക്കട്ടയിൽ പോകാനായിട്ട് ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഹൈദരാബാദിൽ നിന്ന് ഷാലിമാർ എക്സ്പ്രസ്സിൽ കയറി. അന്ന് രാവിലെ ആണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു, കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ആ സമയമാണ്. പോകണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച്, പിന്നെ എന്തും വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയി. അപ്പോഴത്തേക്ക് പല വീട്ടുകാരും ചോദിച്ചു പോകണോ ഇപ്പോൾ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അടി നടക്കുന്നത് അങ്ങ് പടിഞ്ഞാറല്ലേ, ഞങ്ങൾ പോകുന്നത് കിഴക്കോട്ടാണെന്ന്. അങ്ങനെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും യാത്രയായി. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗോദാവരി നദി. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഇടാം, നിങ്ങളെല്ലാവരും ചെന്ന് കണ്ടാൽ മതി. അങ്ങനെ ഗോദാവരി നദി എന്ന് പറയുന്നത് ദക്ഷിണ ഇന്ത്യയിലെ ഗംഗാ നദി എന്നറിയപ്പെടുന്നതാണ്. ഈ ഗോദാവരി നദിയെ കണ്ട് ഹൈദരാബാദിൽ നിന്ന് നമ്മൾ വണ്ടി പുറപ്പെട്ട് വറങ്കലൊക്കെ കഴിഞ്ഞ് രാജമന്ത്രി എത്താറാകുമ്പോഴത്തേക്കാണ് ഈ ഗോദാവരി നദിയൊക്കെ കണ്ട് അപ്പോഴത്തേക്ക് സായി ശേഷുവിനൊക്കെ നല്ല എക്സൈറ്റഡ് ആയി. ഇത്രയും വലിയ നദി കടൽ പോലെ കിടക്കുവാണ്, എത്ര കണ്ടിട്ടും തീരുന്നില്ല. അതിനകത്തൂടാണ് നമ്മളിപ്പം പോകുന്നത്, ഗോദാവരി നദി. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയുമാണ് ഗോദാവരി നദി. ഞങ്ങൾ അങ്ങനെ രാജമുണ്ട്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. తూపాకి చెక్కలోన లిందం చిట్టి అరే రాజవెచ్చరాలెట్టి నా కుర్చీని మార్త పెట్టి మార్త పెట్టి അങ്ങനെ രാജമന്ത്രി എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഷായി ആണെങ്കിൽ ഉടനെ തന്നെ പാട്ടങ്ങ് തുടങ്ങി. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണുമല്ലോ, രാജമന്ത്രി എന്നുള്ള പാട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്നതാ നോക്കി, ആന്ധ്രയുടെ വളരെ മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ്. കൊയ്ത്ത് ഒഴിഞ്ഞു കിടന്ന നെൽപ്പാടങ്ങളും ദൂരെ കാണുന്ന മലനിരകളും ഒക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ആന്ധ്രയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് ഗോദാവരി ജില്ലയിലെ കൊയ്ത്ത് കഴിഞ്ഞുള്ള പാടങ്ങൾ. ഇവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്ക് അരി കൊണ്ടുവരുന്നത് നമുക്ക് കഴിക്കാൻ.